for me to resign from Amma Association. എന്നെ സംബന്ധിച്ചൊക്കെ എന്റെ ആത്മാഭിമാനത്തെ മുറിവേൽക്കുന്നത് അത് യമുനാറാണി പൊട്ടിത്തെറിച്ചു, യമുനാറാണി ശുഭിതയായി. നമ്മുടെ ചുറ്റുപാടും അല്ലെ സമൂഹത്തില് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങള് നമ്മൾ കൂടി സാധാരണക്കാരെയായി ജീവിക്കുന്ന എന്നെ പോലുള്ളവർ കൂടി അത് ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനതൊന്ന് സംസാരിച്ചത്. ഇവിടെ സംഭവിച്ചത് സ്ത്രീകൾ വന്നത് കൊണ്ടുണ്ടായ പ്രശ്നമോ അല്ലെങ്കിൽ സ്ത്രീകളെ ചവിട്ടി താഴെ ഇറക്കിയതോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അതാ ഞാൻ പറഞ്ഞേ, ചില ആൾക്കാർ തമ്മിലുണ്ടായ ഇഷ്യൂസ് ആണ് അത് ഈ സംഘടനയുടെ അല്ലെങ്കിൽ ആ ഭരണസമിതിയെ മൊത്തം ബാധിച്ചത്. കുറേ പാകപ്പഴ അവിടെ സംഭവിച്ചു പോയി. അതിപ്പോ ഓപ്പൺ ആയിട്ട് എല്ലാവരും പുറത്ത് ഇതുണ്ട്. അത് വരാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട ചുമതല ശ്വേതയ്ക്കുണ്ടായിരുന്നു. അത് ശ്വേതയുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അവർക്ക് വേറെ ജോലിയില്ല. ഈ കമന്റ്സ് നമുക്ക് ഈ കമന്റ് ഇടാനൊന്നും നേരമില്ലല്ലോ, സമയമില്ല. ഈ ജോലിയും ഒന്നും ഇല്ലാതെ ഇതും കൊണ്ടിരിക്കുന്ന ഇത് ഇനി അന്ന് ആർക്കിട്ട് പണി കൊടുക്കണം എന്ന് പറഞ്ഞ് ചുരണ്ടുന്നവര് ഇരുന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നേരിട്ടൊരു ബാക്ക് സ്റ്റാബിങ് പോലത്തെ ഒരു അനുഭവം ഫിലിം ഇൻഡസ്ട്രിയിൽ ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് അപ്പൊ തന്നെ ആ ബാക്ക് സ്റ്റാബ് ചെയ്ത വ്യക്തിയോട് നേരിട്ട് സംസാരിച്ചു, അടി കൊടുക്കാൻ പിടിച്ചെന്നുള്ളതാണ് സത്യം. അന്ന് ഋഷഭാവ ചേട്ടനാണ് അടി കൊടുക്കാതെ എന്നെ തടഞ്ഞത്. ആണോ? ഏറ്റവും വലിയ ബ്രേക്ക് ആകുമെന്ന് വിചാരിച്ച സിനിമയിൽ നിന്ന് അവസാന നിമിഷം യമുനാറാണിയെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഉണ്ട്. ഞാനൊരു സീൻ ചെയ്തിട്ട് എന്നെ ഒഴിവാക്കി. അഭിനയം കൊള്ളാത്തോണ്ടൊന്നുമല്ല, ഒഴിവാക്കി. ശരിക്കും സംഭവിച്ചു പോയനെ. ഞാൻ താമസിക്കുന്ന എന്റെ മോളിൽ പോയി രാത്രി ഞാൻ ഇങ്ങനെ നിൽക്കുക അറ്റത്ത്. സീരിയസ് ആയിട്ട് സിനിമ ഷോട്ടൊക്കെ വെച്ചാൽ നമുക്കറിയാമല്ലോ, അതുപോലെ രാത്രി പോയി നിൽക്കുക. പക്ഷെ ഒരു സെക്കൻഡ് എന്റെ മക്കളുടെ മുഖം എങ്ങനെയാ അതെന്നെ എനിക്ക് തോന്നുന്നു അച്ഛനായിരിക്കും എന്നെ വന്ന് പിടിച്ചു കുലിക്കിയ പോലെ ആയിരുന്നു. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ശരിക്കും അന്ന് ആ വേദിയിൽ ഒത്തിരി താരങ്ങൾ ഉണ്ടായിട്ടും ആദ്യം സോഷ്യൽ മീഡിയയിൽ പുറത്ത് വന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് യമുനാറാണി പൊട്ടിത്തെറിച്ചു, യമുനാറാണി ശുഭിതയായി എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും അന്ന് അവിടെ എന്താണ് സംഭവിച്ചത്? ശരിക്കും അങ്ങനെ ഒരു പൊട്ടിത്തെറിക്കാൻ മാത്രമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? ഇനി പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചേച്ചി എന്താണ് പൊട്ടിത്തെറിച്ച് സംസാരിച്ചത്? പൊട്ടിത്തെറിച്ച് സംസാരിച്ചത് ഇനി ഞാൻ വീണ്ടും പറയണ്ടല്ലോ. 5 ലക്ഷത്തിന് മേലെ ആൾക്കാർ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. അത് അവിടെ സംഭവിച്ചതും എല്ലാം അപ്പ പുറത്തറിയുന്നുണ്ടായിരുന്നു. അത് നമ്മൾ അറിയുന്നില്ല, അകത്തിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ജനറൽ ബോഡിയിൽ ചില കാര്യങ്ങൾ പറയേണ്ട സാഹചര്യം ഉള്ളത് കൊണ്ട് ഞാൻ സംസാരിച്ചതാണ്. പക്ഷെ അത് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ അതൊരു ഹൈ പിച്ചിലോട്ട് പോയത് അവിടുത്തെ അപ്പോഴത്തെ ഒരു പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തില് കുറച്ച് ഹൈപ്പിച്ചിൽ പറഞ്ഞാലേ എല്ലാരും കേക്കോളം തോന്നിയോണ്ടാണ് അത് ഹൈപ്പിച്ചിലോട്ട് പോയത്. അല്ലാതെ വേറൊന്നുമല്ല. അത് പറയണം എന്ന് തോന്നി അവിടെ. അങ്ങനെ ഒരു ചുറ്റുപാടിൽ നമ്മുടെ ചുറ്റുപാടും അല്ലെ സമൂഹത്തില് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങള് നമ്മൾ കൂടി സാധാരണക്കാരെയായി ജീവിക്കുന്ന എന്നെ പോലുള്ളവർ കൂടി അത് ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനതൊന്ന് സംസാരിച്ചത് അവിടെ. അല്ലാതെ അതൊരു പൊട്ടിത്തെറിക്കാൻ വേണ്ടി സംസാരിച്ചതോ പൊട്ടിത്തെറിയോ ഒന്നുമല്ല. അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. കുറച്ച് റൈസ് ചെയ്ത് സംസാരിച്ചാലേ അതെല്ലാവരിലും എത്തുള്ളായിരുന്നു. പക്ഷെ അത്രയും താരങ്ങൾ അവിടെ ഉണ്ടായിട്ടും ഈ യമുനാറാണി എന്ന് പറയുന്ന ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഫോക്കസ് ചെയ്തൊരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ വന്നത് എന്തുകൊണ്ടാണെന്ന് ചേച്ചി ചിന്തിച്ചോ? ശരിക്കും അത് വരാൻ പാടില്ലാത്തതല്ലേ. കാരണം ഒരു ജനറൽ ബോഡിക്ക് അകത്ത് നമ്മള് മെമ്പേഴ്സ് സംസാരിക്കുന്ന നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു സ്പേസ് ആണ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ അത്രയും ഒരു എന്താ പറയുക അടച്ചിട്ട മുറിക്കുള്ളിൽ നടന്ന സംഭാഷണം ഈ പുറത്തേക്ക് ഈ ലോകം മൊത്തം എത്തുന്നതൊക്കെ എത്തിയപ്പോ അതല്ലേ ആദ്യം അവരന്വേഷിക്കേണ്ടത്. ആദ്യം അതാണ് ഇതെങ്ങനെ പുറത്തു പോയെന്നുള്ളത്. ശരിക്കും അവിടെ ഉള്ളവര് തന്നെയാണ് അത് അന്വേഷിക്കേണ്ടത്. ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ അത് എങ്ങനെ പുറത്തേക്ക് വന്നത്? എന്താണ് അതിന്റെ പിന്നിൽ നടന്ന സംഭവം എന്താണെന്ന് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ? എനിക്ക് ഒരു ക്ലൂ ഇല്ല. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അറിയുന്നത് പുറത്ത് വന്നത് തന്നെ. അകത്തിരുന്നപ്പോ ഞാൻ അറിഞ്ഞ പോലും ഇല്ല. പക്ഷെ അത് ഇപ്പൊ ഞാൻ പറയാനുള്ളത് എവിടെയായാലും പറയുന്ന എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഞാൻ ഒരിക്കലും ഒരു പബ്ലിക് മീഡിയയിലല്ല അത് പറഞ്ഞത്. ഞങ്ങളുടെ ജനറൽ ബോഡി എന്ന ആ ഫോറത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിച്ച കാര്യമാണ് അത് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഞാൻ ഇന്ന് വരെ ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഒരിക്കലും
ഞങ്ങളുടെ ആ സംഘടനയെ കുറിച്ചൊന്നും ഞാൻ ഒരു വാക്കും സംസാരിച്ചിട്ടില്ല. ചേച്ചിയുടെ അഭിപ്രായം സ്വന്തമായി അത് തുറന്നു പറഞ്ഞു. അതെ. പക്ഷെ അതേ സമയത്ത് ഇപ്പൊ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞ് മീഡിയക്കാർ പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഉത്തരങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ജഗദീഷ് ഏട്ടൻ പറഞ്ഞ ആൻസർ അല്ലെങ്കിൽ മീഡിയക്ക് കൊടുത്ത എന്താ പറയാ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ മെച്ചുവേർഡ് ആയിട്ട് അദ്ദേഹം സംസാരിച്ചു. പല സെലിബ്രിറ്റീസും ഈ മീറ്റിംഗ് കഴിഞ്ഞ് പറയുണ്ടായി, അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട്. അപ്പം ഇപ്പം ജഗദീഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ സ്ത്രീകൾ വന്നതല്ല അമ്മ സംഘടനയിൽ ഒരു ഇഷ്യൂ ആവാൻ കാരണം, സ്ത്രീകൾ ഭാരവാഹികളായതല്ല ഒരു പ്രശ്നമായത്. അതിന്റെ ഇടയിൽ മനുഷ്യന്മാര് തമ്മിലുണ്ടായ ചില പൊളിറ്റിക്സുകൾ അല്ലെങ്കിൽ ചില ലാപ്സുകൾ ഉണ്ടായതാണ് അവിടെ ഒരു ഇഷ്യൂ നടന്നത് എന്ന് ജഗദീഷ് ഏട്ടൻ പരാമർശിക്കുകയുണ്ടായി. അപ്പൊ ശരിക്കും ചേച്ചി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ സ്ത്രീകൾ വന്നത് അവിടുത്തെ ഒരു പ്രശ്നമാണ്, ഭാരവാഹികൾക്കിടയിൽ അതൊരു ചർച്ചയായി, സ്ത്രീകൾ വരേണ്ടിയിരുന്നില്ല എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു ചർച്ചയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഉള്ളത് പറയണല്ലോ, അങ്ങനത്തെ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ നമ്മളെല്ലാവരുടെയും സപ്പോർട്ട് കൂടി തന്നെ അല്ലേ ഇവരാ അധികാരത്തിലേക്ക് വന്നത്. സ്ത്രീകൾ തലപ്പത്തേക്ക് വന്നത് എല്ലാവരുടെയും സപ്പോർട്ട് കൂടി തന്നെയാണ് വന്നത്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. പിന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ ഈഗോ പ്രശ്നങ്ങളും ഇപ്പൊ ഞാനത് പറയണ്ടല്ലോ, ഇതിപ്പം ഇങ്ങനെ കിടക്കുകയല്ലേ എല്ലായിടവും പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ കുറെ ക്ലാഷസ് ആണ്. അത് സംഘടനയുടെ പ്രശ്നമായി അത് ഉരുത്തിരിഞ്ഞു വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് അങ്ങോട്ട് ഇപ്പൊ എനിക്ക് ഞാൻ സിനിമ ഈ പറഞ്ഞ കണക്ക് എനിക്ക് 99 തൊട്ട് 2003 വരെ സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരാളാണ് ഞാൻ. അത്രയും ക്യാരക്ടർ റോൾസ് ഈ കാലയളവിലാണ് ഞാൻ ചെയ്ത മൊത്തം. എനിക്ക് 10-50 സിനിമയ്ക്ക് അടുത്ത് ഞാൻ ചെയ്തെന്നുള്ളതാണ്. ഞാൻ ഏറ്റവും എനിക്ക് അടുപ്പമുള്ള സിനിമയിലെ 2 വ്യക്തികൾ എന്ന് പറഞ്ഞാൽ സുകുമാരി അമ്മയും കൽപ്പന ചേച്ചിയാ. സത്യം, എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ച് സംസാരിക്കുന്നതായാലും എല്ലാം ഭയങ്കര അത് ഞാൻ പക്ഷെ ആരോടും അത് ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. കാരണം അത് എന്റെ പ്രൈവസിയാണ്. അപ്പം എന്റെ ഒരു രീതി അങ്ങനെയാണ്. സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ജീവിക്കാനുള്ളൊരു ഉപാധിയാണ്. സിനിമ എന്റെ ജീവിതമല്ല. മനസ്സിലാവുന്നു? ഏത് ജോലിയെ പോലെയും ഞാൻ ചെയ്യുന്ന ജോലിയാണ് സിനിമ. ഞാൻ ആ ജോലിയെ 100% ജെന്യുവൻ ആയിട്ടും റെസ്പെക്റ്റോടും കൂടി ചെയ്യുന്നൊരു ജോലിയാണ് സിനിമ. ഒരിക്കലും ഞാൻ സിനിമയിലേക്ക് വരുന്നോ സിനിമ സ്വപ്നം കണ്ടതോ അല്ല. എൻ്റെ ജീവിതത്തിന്റെ 7 അയലത്ത് പോലും സിനിമയെന്ന് പറയുന്നൊരു കാര്യം ഇല്ലായിരുന്നു 19 വയസ്സ് വരെയും. ഞാൻ വളർന്നത് നോർത്ത് ഈസ്റ്റിലാണ്, എന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശിൽ പാസിഘാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. 10-12 വയസ്സ് വരെ. എന്റെ അച്ഛൻ സെൻട്രൽ PWDയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അവിടെ വളർന്നൊരു കുട്ടിയാണ് ഞാൻ. എന്റെ സ്വപ്നത്തിൽ പോലും സിനിമയൊന്നുമില്ല, മലയാളമില്ല, കേരളമില്ല. സത്യമായിട്ട് പറയുന്നത്, ഞാൻ ഒരിക്കലും കേരളത്തിലേക്ക് വരുമെന്ന് പോലും എന്റെ ഈ ബാല്യകാലത്ത് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതിനുശേഷം ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾ കേരളത്തിലേക്ക് അച്ഛൻ ഞങ്ങളെ കൊണ്ട് വരുന്നു. കൊല്ലത്ത് എന്റെ അമ്മയുടെ കുടുംബത്തിൽ ഞങ്ങൾ താമസമാകുന്നു. അങ്ങനെ മലയാളം അപ്പൊ അറിയത്തില്ല. വന്ന് ശരിക്കും ആ സമയത്ത് എനിക്ക് മലയാളത്തിന്റെ ABCD അറിയത്തില്ല, ഹിന്ദിയെ അറിയുള്ളൂ, അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ല മലയാളം എനിക്ക് അറിയില്ല. അതിനുശേഷം ഞാൻ പഠിച്ച സ്കൂളിൽ വിമല ഹൃദയ ഗേൾസ് ഹൈ സ്കൂളിലെ സിസ്റ്റേഴ്സ് ആണ് എന്നെ മലയാളം പഠിപ്പിക്കുന്നത്. അതും എന്നെ പഠിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? പൂമ്പാറ്റ ബാലരമയൊക്കെ വായിച്ച് ആ കഥകളിലൂടെ ഇങ്ങനെ പറഞ്ഞു തന്നാണ് ഞാൻ മലയാളം പഠിക്കുന്നത്. അപ്പം അത് കാരണം എന്റെ മലയാളത്തിന് ഭയങ്കര കുഴപ്പമുണ്ട്. സത്യമായിട്ട് പറഞ്ഞു, ആർക്കും അത് അറിയത്തില്ല. പക്ഷെ എന്റെ അച്ഛന് നല്ലപോലെ അറിയാം. അപ്പൊ എന്റെ അടുത്ത് പറയും, നീ എവിടെങ്കിലും പോയി സംസാരിക്കും വളരെ സൂക്ഷിച്ച്. കാരണം ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നതായിരിക്കത്തില്ല വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം എന്റെ മലയാളത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ചിലതൊക്കെ എനിക്ക് പറയേണ്ട സാധനങ്ങൾ ഞാൻ ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഞാൻ പോസ്റ്റ് ആയിട്ട് ഇടുന്നത്, എഴുതിയിടുന്നത്. കാരണം എനിക്ക് എഴുതാൻ പറ്റും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആലോചിച്ചത്. പക്ഷെ പറയുന്നത് നമ്മൾ പറഞ്ഞ് കുഴപ്പമായി കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പം എനിക്ക് സംസാരിക്കുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കാനേ അറിയൂ. ഞാൻ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുകയുള്ളൂ, സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം പറയാനേ എനിക്കറിയൂ. അവിടെ വേറെ ഡിപ്ലോമാറ്റിക് ആയിട്ട് പോളിഷ് ചെയ്തൊരു ഉത്തരം കൊടുക്കുക ഒന്നും എനിക്ക് അറിയത്തില്ല. എനിക്കത് നമ്മൾ അറിയാത്തൊരു കാര്യം എനിക്കിനി ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ എന്ന് പറഞ്ഞ കണക്ക് അവിടെ സംഭവിച്ച കാര്യങ്ങൾ നമ്മളെ പോലുള്ള ഞാൻ വളരെ സാധാരണയായി ജീവിക്കുന്ന ഒരു വ്യക്തി. അതാ ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് എന്റെ ജോലി മാത്രമാണ്. എന്റെ ലൈഫിൽ അടുപ്പിച്ചിട്ടില്ല. സിനിമയുടെ വേറെ എന്താ പറയാ ലൈം ലൈറ്റ്, മറ്റേ എന്താ പറയാ അതിന് പറയുന്ന വാക്ക് ഉപയോഗിക്കുക, നമ്മൾ ലൈം ലൈറ്റിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഞാൻ എന്റെ ജീവിതത്തിലേക്ക് അടുപ്പിച്ചിട്ടില്ല. എന്റെ മക്കളും അങ്ങനെ ഒരു ഇതിലല്ല. ഞങ്ങളുടെ ഒരു ജീവിത രീതി വേറെയാണ്. പക്ഷെ നമ്മുടെ ജോലി ഇതാണ്. അപ്പം ജോലി ചെയ്യുക, കുടുംബം നോക്കുക, ഈ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാർ. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ
ഒരുപാട് താഴെ എന്താ പറയുക ആൾക്കാരുമായിട്ട് സൊസൈറ്റിയിലുള്ള സമൂഹത്തിൽ ചുറ്റുമുള്ള എല്ലാ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് രാവിലെ ഞാൻ മക്കളെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് ആ വഴി തന്നെ മാർക്കറ്റിൽ വന്ന് മീനും പച്ചക്കറിയും വാങ്ങിച്ച്, അതും മീൻ മേടിക്കുമ്പോൾ സത്യം പറയുമ്പോൾ മീനിന് ഭയങ്കര വില കൂടുതലാണ്. ഒരയിലേക്ക് 150 രൂപയൊക്കെ പറയാം. അപ്പം ഞാൻ പറയും ഒരു ചെറുതൂടെ വെക്കുമോ, സീരിയസ് ആയിട്ട് പറയുന്ന കാര്യം. ഞാൻ പറയും ഒരു ചെറുതൂടെ വെക്കുമോ, ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ബാർഗെയിൻ ചെയ്ത് സാധനവും മേടിച്ച് വീട്ടിൽ പോയി നമ്മൾ വീട്ടിലൊക്കെ ആയിരുന്നു. അങ്ങനെ സാധാരണ ഒരു സ്ത്രീയാണ് ഞാൻ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോയി നിൽക്കുമ്പോൾ അവിടെ അവര് ചോദിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാനസികമായിട്ട് വളരെ ഹേർട്ട് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ അത് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം നമുക്കൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ചിലപ്പോ വലിയ മുതിർന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല ഈ പ്രശ്നങ്ങൾ എത്രത്തോളം നമ്മളെ പോലുള്ളവരെ ബാധിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് അന്ന് സംസാരിച്ചത്. പക്ഷെ ഞാൻ ഒരിക്കലും ഒച്ച വെച്ച് സംസാരിക്കണമെന്നോ ബഹളം വെക്കണമെന്നോ ഒന്നും അങ്ങനെ ഒന്നും സംസാരിച്ചില്ല. സാധാരണ പക്ഷെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ അപ്പോഴത്തെ ഇത് വെച്ച് റൈസായി അല്ലെ, കുറച്ച് ഒച്ചയെടുത്ത് സംസാരിച്ചാലേ അത് എത്തുള്ളായിരുന്നു. പക്ഷെ അത് എത്രത്തോളം 5 ലക്ഷം പേരിൽ എത്തുമെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ അമ്മയുടെ ഭാരവാഹികളായി വരുന്നതിൽ ചേച്ചിയുടെ ഒരു സ്ത്രീ എന്ന രീതിയിൽ ചേച്ചിയുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? നല്ല കാഴ്ചപ്പാട്, നല്ലൊരു കാര്യമല്ലേ, സ്ത്രീകൾ വരണമല്ലോ. പക്ഷെ ഇവിടെ സംഭവിച്ചത് സ്ത്രീകൾ വന്നത് കൊണ്ടുണ്ടായ പ്രശ്നമോ അല്ലെങ്കിൽ സ്ത്രീകളെ ചവിട്ടി താഴെ ഇറക്കിയതോ ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അതാ ഞാൻ പറഞ്ഞേ, അവിടെ ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ചില ആൾക്കാർ തമ്മിലുണ്ടായ ഇഷ്യൂസ് ആണ് അത് ഈ സംഘടനയുടെ അല്ലെങ്കിൽ ആ ഭരണസമിതിയെ മൊത്തം ബാധിച്ചത്. അല്ലാതെ എല്ലാവരും മോശം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ശ്വേത ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തായിരുന്നു. നമ്മള് നെഗറ്റീവ് മാത്രമാണ് ഈ പുറത്തോട്ട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരുപാട് നല്ല കാര്യം ശ്വേത ചെയ്തു. അപ്പം അതൊന്നും ആരും, അതെപ്പോഴും അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ പോലും നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു നെഗറ്റീവ് വന്ന ആൾക്കാരെ നെഗറ്റീവ് മാത്രമേ ഫോക്കസ് ചെയ്യൂ. ബാക്കി 10 നല്ല കാര്യം ചെയ്തതും ആൾക്കാർ പാടെ മറക്കും. അതാണ് അവിടെയും. അല്ല, ശ്വേത ഭയങ്കര കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അതെ, ഇപ്പൊ സംഘടനയ്ക്ക് വേണ്ടി ചേച്ചി, അതായത് ശ്വേത ചേച്ചി കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്നും ജഗദീഷ് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം ശരിക്കും ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാരും പുറത്തു വരുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്ന വാർത്തകൾ എല്ലാവരും അമ്മയിലെ അതായത് ഉണ്ടായിരുന്ന മെമ്പേഴ്സിൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ രാജിവെച്ചു എന്നുള്ള ഒരു ന്യൂസ് ആണ് കേൾക്കുന്നത്. അതുപോലെ നമ്മൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് മല്ലികാമ്മ. നേരത്തെ ചേച്ചി പറയണ്ടായി. അപ്പൊ മല്ലികാമ്മയും ശ്വേത ചേച്ചിക്ക് അനുകൂലമായി ശ്വേതയോടൊപ്പം എന്ന് പറഞ്ഞിട്ടാണ് രാജിവെക്കുകയും ചെയ്തത്. അപ്പൊ ശരിക്കും ഇപ്പോ ഈ നേരത്തെ പറഞ്ഞ ഈ ആളുകളുടെ ഇടയിൽ നടക്കുന്ന പ്രശ്നത്തെ പറ്റി ചേച്ചി സൂചിപ്പിച്ചല്ലോ. നമ്മൾ ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ പറയുകയാണെങ്കിൽ പണ്ടൊരു മെമ്മറി കാർഡിന്റെ ഇഷ്യൂയുടെ പേരിൽ കുക്കു പരമേശ്വരനെ ഒരു ചേരി തിരിഞ്ഞ് എല്ലാവരും കൂടെ ആക്രമിച്ചു അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി എന്നൊരു രീതിയിൽ ഒരു പ്രശ്നം ആ സമയത്ത്, അങ്ങനെ പല പ്രശ്നങ്ങൾ അമ്മയുടെ ഈ പറയുന്ന സംഘടനയുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. ശരിക്കും ഈ പറഞ്ഞ ആളുകൾ തമ്മിലുള്ള പൊളിറ്റിക്സ് നമ്മൾ കാണുന്ന പോലെ തന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ട് എന്നാണോ ചേച്ചിയുടെ ഒരു അഭിപ്രായം? ഞാൻ സാധാരണ ഒരു മെമ്പറാ. ഈ പറഞ്ഞ മെമ്മറി കാർഡും പ്രശ്നങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞങ്ങളെ ഒന്നും ആ ഒരു സംഭവം നടക്കുമ്പോഴൊന്നും അറിയിക്കുകയോ ഒന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങളെ പോലെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ ഇട്ട സമയത്തും ഒക്കെയാണ് ഞാനും അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നും ഇവരെയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്നും സംസാരിച്ചതും ഒക്കെ ഞാനൊക്കെ അപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് ഉള്ളുകളികൾ അറിയത്തില്ല. ഉള്ള സത്യം പറയുന്നത് അറിയില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ടുള്ള അറിവ് മാത്രമേ അതിനെക്കുറിച്ച് എനിക്കുള്ളൂ. അതിന്റെ ഉള്ളിൽ പൊളിറ്റിക്സ് നടക്കുന്നതായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടില്ല? ഈ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഭയങ്കര തീവ്രവാദ സംഘടനയൊന്നും അല്ലല്ലോ. സാധാരണ ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘടനയല്ലേ. എല്ലാവരും മനുഷ്യരാണ്. ഓരോ കഥാപാത്രങ്ങളായി ജനങ്ങളുടെ മുമ്പിൽ വന്ന് രസിപ്പിക്കുന്നു, കരയിപ്പിക്കുന്നു. അല്ലെങ്കിൽ വില്ലനാണെങ്കിൽ വില്ലൻ, വില്ലത്തിയെങ്കിൽ വില്ലത്തി, എല്ലാവരും ക്യാരക്ടേഴ്സായി മാറി ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അങ്ങനെ പോകുന്ന വളരെ സാധാരണ മനുഷ്യരാണ്. പക്ഷെ ജനങ്ങള് അവരെ കാണുന്ന ഈ ചില കഥാപാത്രങ്ങളൊക്കെ കണ്ട് അവരെയൊക്കെ വേറൊരു രീതിയിൽ കാണുകയും എടുക്കുകയും ചെയ്യുന്നതിന്റെ ഒരു, പക്ഷെ എല്ലാവരും സാധാരണ, അവർക്കൊക്കെ ഇമോഷൻസ് ഇല്ലേ. അല്ലാതെ ഇതൊരു എനിക്കങ്ങനെ തോന്നുന്നു ഇതൊരു വലിയ ഭയങ്കര സംഭവമൊന്നും അല്ല. അതാ പറഞ്ഞു, ചില ആൾക്കാർ അതിനെ എന്തൊക്കെയോ സംഭവമാക്കി മാറ്റുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ്. ഒരുപാട് ജോലിയില്ല. ഇപ്പൊ ഞാൻ തന്നെ സിനിമ ചെയ്തിട്ട് എത്ര വർഷമായി അല്ലെ, എത്ര വർഷമായി ഞാൻ തന്നെ സിനിമ ചെയ്തിട്ട്. എത്രയോ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തത് ഇപ്പോ ഇൻസ്റ്റാഗ്രാം ഉള്ളത് കൊണ്ട് ഈ പട്ടണത്തിൽ സുന്ദരനിലെ മീശമാധവനിലെ ഞാനൊക്കെ ചെയ്ത സീനുകള് അനീഫിക്കായിട്ടുള്ളതും അല്ലെ മീശമാധവൻ ദിലീപേണ്ടോടൊപ്പം ഉള്ള സീൻസ് ഒക്കെ ഇൻസ്റ്റാഗ്രാം വന്നപ്പോ ഇപ്പൊ വീണ്ടും അതൊക്കെ പോപ്പായി അവര് ഇടുമ്പോ
ഇപ്പോഴത്തെ ജെൻസികൾ നമ്മളെ തിരിച്ചറിയാണ്. അത് തന്നെയാണ് എനിക്കൊരു ഭാഗ്യമെന്ന് ഞാൻ പറയാം. കാരണം ഞാൻ സിനിമ ചെയ്തിട്ട് എത്രയോ വർഷമായി, പക്ഷെ ഇപ്പോഴത്തെ ജെൻസികൾ ഇന്ന സിനിമയിൽ അത് ഡയലോഗ് വരെ പറയും. എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഞാൻ ലുലുവിൽ പോയപ്പോഴത്തേക്ക് എന്നെ ബാക്ക് ചെയ്യുന്നിട്ട് സോമനിപ്പോ കിറക്കൊന്നുമില്ലല്ലേ, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു നോക്കി. അപ്പൊ അത്രത്തോളം ഇപ്പോഴത്തെ ജെൻസികൾ ആ ഡയലോഗ് പറയണമെങ്കിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ഈ ജോലിയിൽ നിന്ന് നല്ല കുറെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി, എന്റെ ഫാമിലി എനിക്ക് നോക്കാൻ പറ്റി, ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് ഈ പറയുന്ന കണക്ക് വലിയ സംഭവമൊന്നും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് ആൾക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുറെ ഈഗോയും പ്രശ്നങ്ങളുമാണ് ഇത്. അതൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ഇന്നും അതെല്ലാം മാറും. അല്ലാതെ ഈ വെളിയിൽ പറയുന്ന പോലത്തെ ഒരു തീവ്രവാദ സംഘടനയൊന്നും അല്ലത്. കുറെ ജോലിയില്ലാത്ത നമ്മളെ പോലുള്ള പാവങ്ങൾക്ക് സമയത്ത് മരുന്ന് എല്ലാ മാസവും കിട്ടുന്നുണ്ട്. ഒന്ന് ആലോചിക്കുക, എനിക്ക് ഓപ്പണായിട്ട് പറഞ്ഞാൽ എനിക്ക് 20 വർഷമായി ഞാനൊരു ഷുഗർ പേഷ്യൻ്റ് ആണ്. ഇതാരും പറയത്തില്ല പുറത്തേക്ക്, പക്ഷെ ഞാൻ പറയാണ് 20 വർഷമായി എനിക്ക് ഷുഗർ വന്നിട്ട്. എന്റെ മൂത്ത മോളെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ വന്നതാ എനിക്ക് പ്രഗ്നൻസി ഷുഗർ, ഡയബറ്റീസ് വന്നതാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്കത് മാറിയില്ല, അത് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ എനിക്ക് മെഡിസിൻസ് അന്നോട്ട് ഞാൻ എടുക്കുന്ന ഒരാളാ. എന്റെ മോക്ക് ഇപ്പൊ 21 വയസ്സാവാറായി. അപ്പൊ ഇത്രയും വർഷമാണ് ഞാൻ ആ മെഡിസിൻ എടുക്കുക. ഈ കഴിഞ്ഞ 1.5 വർഷത്തിന് മുന്നേ വരെ ഈ മെഡിസിൻസ് ഞാൻ വാങ്ങുക ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് അമ്മയെന്നാ മെഡിസിൻസ് കിട്ടുന്നുണ്ട്. അതൊരു വലിയ സഹായമല്ലേ അല്ലേ? അപ്പൊ ഇതാരെങ്കിലും പറയുമോ? അതൊരു വലിയ സഹായമല്ലേ? ഒരാളുടെ മുമ്പിൽ പോയപ്പോ എന്റെ വീട്ടില് എന്റെ പിന്നെ ഹസ്ബൻഡ് ആവട്ടെ, മക്കൾ എന്റെ കൊച്ചുങ്ങളാ, എന്നാലും ഞാൻ പറയാം, ആരുടെ ഇപ്പൊ അമ്മമാരായാലും മക്കളുടെ മുമ്പിൽ പോയി എല്ലാ മാസവും മരുന്നിന് കൈനീട്ടേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എത്രയോ വർഷം ജോലി ചെയ്ത് എത്രയോ അമ്മമാർ ഇപ്പൊ പണിയില്ലാതിരിക്കുന്നു. അവര് പോയിട്ട് ഒരു മരുന്ന് തീർന്നിട്ട് പോയിട്ട് എന്റെ മരുന്ന് തീർന്നു മോനെ, അല്ലെങ്കിൽ മോളെ, അല്ലെ ചേട്ടാ എന്റെ മരുന്ന് തീർന്ന് മേടിക്കാറായി. അവര് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കും, നിങ്ങൾ മരുന്ന് വിഴുങ്ങുകയാണോ എന്നെങ്ങാനും ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചൊക്കെ എന്റെ ആത്മാഭിമാനത്തെ മുറിവേൽക്കുന്നത് അത് അല്ല ഞാൻ പറയാണ്. അപ്പൊ അതൊന്നും നമുക്കൊക്കെ സുഖമായിട്ട് എല്ലാ മാസവും കറക്റ്റ് സമയത്ത് നമ്മുടെ വീടുകളിൽ മരുന്ന് എത്തുക, അതൊരു ചെറിയ കാര്യമാണ്. നമ്മൾ തേടി പോകുന്ന പോലും ഇല്ല, നമ്മുടെ വീട്ടിൽ ഡോർ സ്റ്റെപ്പിൽ എത്തുക മരുന്ന്. അത് ആര് ചെയ്യും? അത് ഇതൊരു വലിയ, എല്ലാത്തിനെക്കാട്ടി ഉപരി എനിക്ക് അതാണ് വലിയൊരു കാര്യമായിട്ട് തോന്നിയത്. അല്ലേ? നമ്മുടെ ആരോഗ്യമാണ്, ഹെൽത്ത് ഉണ്ടെങ്കിലേ വെൽത്ത് ഉള്ളെന്ന് പറയും അല്ലെ? അത് കറക്റ്റ് ആയിട്ട് നമുക്കൊരു സംഘടനയിൽ നിന്ന് ഇത്രയും കാര്യമായിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു. അതേപോലെ എല്ലാ മാസവും 5000 രൂപ വരുന്നത് അല്ലെ? ഒരാൾ നമ്മുടെ ഇഷ്ടത്തിന്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഇഷ്ടത്തിന് എനിക്കൊരു ബറോട്ടയും ചിക്കൻ കറിയും അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയും കഴിക്കണമെന്ന് തോന്നി, എനിക്ക് ആരുടെ ചോദിക്കണ്ട, എനിക്ക് 5000 രൂപ എന്റെ അക്കൗണ്ടിൽ വരും. ഇതൊക്കെയുള്ള ചെറിയ കാര്യമാണോ? അപ്പൊ ആരും നല്ല കാര്യങ്ങൾ പറയുന്നില്ല. ഇപ്പം ശ്വേത ഇപ്പം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ബ്രസ്റ്റ് ക്യാൻസർ ക്യാമ്പ് ഉണ്ടായിരുന്നു, ഐ ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിപ്പോ തിമിരത്തിന് ഒരുപാട് പേർക്ക് സർജറി ഒക്കെ ഫ്രീ ആണ്. ഇതൊക്കെ ചെറിയ കാര്യമാണോ? നമ്മൾ അല്ലാതെ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് ഒരു മൂക്കിപ്പനിക്ക് പോയാൽ തന്നെ എത്ര രൂപയാവും അല്ലേ? അപ്പൊ ഇതൊന്നും ആരും സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നപ്പോ അമ്മയുടെ പ്രശ്നങ്ങളെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയെങ്കിലും ചേച്ചി പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആരും ഇതുവരെ ഇത്രയും ഓപ്പൺ ആയിട്ട് അമ്മയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നതല്ലാതെ, ചാരിറ്റി സംഘടനയാന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ഇങ്ങനെ എടുത്തെടുത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിട്ട് ഞാൻ അവിടെ ഈ സംസാരിച്ചപ്പോ പോലും ഞാൻ ആദ്യം സംസാരിച്ച ആ 3-4 വാക്കുകളാണ് ഈ പുറത്തേക്ക് വന്നേക്കുന്നത്. അല്ല 3 സെന്റൻസേ വന്നിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം കലാകാരന്മാരാണ്, അവരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ ഇരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാരും ജനറൽ ബോഡിക്ക് മുമ്പിൽ വന്ന് ക്ഷമ ചോദിച്ചിട്ട് നമ്മളെ കൊണ്ടൊരു മാപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാരും കൂടെ സഹകരിച്ച് നിന്നുകൊണ്ട് അവർക്കൊരു കുറച്ചുകൂടെ നന്നാക്കാൻ ഒരു അവസരം വേണമെങ്കിൽ എല്ലാവർക്കും കൂടെ കൊടുക്കാം എന്നുള്ളൊരു സജഷൻ ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. പക്ഷെ അത് പുറത്തേക്ക് വന്നില്ല, ആദ്യം പറഞ്ഞുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു, കുറെ പാകപ്പഴ അവിടെ സംഭവിച്ചു പോയി. അതിപ്പോ ഓപ്പൺ ആയിട്ട് എല്ലാരും പുറത്ത് ഇതുണ്ട്, അത് വരാൻ പാടില്ലായിരുന്നു. അത് ശ്രദ്ധിക്കേണ്ട ചുമതല ശ്വേതയ്ക്കുണ്ടായിരുന്നു. അത് ശ്വേതയുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് ഇത്രയും അങ്ങ് മോശമാവാതെ അതിനെ എത്തിക്കാമായിരുന്നു, ഒന്ന് സോൾവ്, അതിനകത്ത് തന്നെ എന്തെങ്കിലും തരത്തിൽ സോൾവ് ചെയ്യാമായിരുന്നു. ഒരു പ്രസിഡന്റ് എന്ന നിലയിലല്ലേ അല്ലെങ്കിൽ കൂടി ഒരു സഹപ്രവർത്തക എന്ന നിലയിലായിട്ടും നിന്നിട്ട് അതിനെ സോൾവ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു വിഷയം ഇപ്പം അതിന് സ്ഥാനമോ മാനമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ സൗഹൃദപരമായി ഒരു സുഹൃത്തായി നിന്നുകൊണ്ടായാലും നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. അതെനിക്ക് തോന്നിയായിരുന്നു.
അപ്പൊ ഏതായാലും നമ്മൾ തുടങ്ങിയത് വളരെ സീരിയസ് ആയിട്ട് അമ്മയുടെ കാര്യം പറഞ്ഞിട്ടാണ്. അത് ചേച്ചി തന്നെ ഒരു പോസിറ്റീവ് നോട്ടിൽ എൻഡ് ചെയ്തു. കുറെ അമ്മയുടെ നല്ല കാര്യങ്ങൾ, അമ്മ സംഘടന ചെയ്യുന്ന ഒത്തിരി നല്ല കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു. അപ്പൊ ഏതായാലും നമ്മൾ ആ വിഷയങ്ങൾ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് നീക്കി വെക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ കുറച്ചധികം സീരിയസ് ആയി പോയി. കാരണം ഇത് ഇപ്പൊ റീസെന്റ് നടന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നമ്മൾ അത് വെച്ചിട്ട് തുടങ്ങിയത്. അപ്പൊ ചേച്ചി വൺസ് അഗെയിൻ വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. ചേച്ചി സീരിയസ് ആയി പോയോ ആദ്യം? ഇല്ല, ഒരു സീരിയസും ഇല്ല. ഞാൻ സത്യസന്ധമായുള്ള കാര്യം പറഞ്ഞത്, അല്ല വേറൊന്നുമല്ല. അതെ, എനിക്ക് അത് പേഴ്സണലി ചേച്ചിനോട് ചോദിക്കണം എന്ന് തോന്നി. ചേച്ചി എപ്പോഴും സ്റ്റേൺ ആയിട്ട് ഭയങ്കര ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് കൊണ്ട് ചേച്ചിയുടെ അഭിപ്രായം കൂടെ കേൾക്കാൻ ഒരു ക്യൂരിയോസിറ്റി എനിക്കും പ്രേക്ഷകർക്കും എന്തായാലും അന്ന് നടന്നതിന്റെ ഒരു ക്ലാരിറ്റി. അപ്പൊ നമുക്ക് അമ്മ സംഘടനയുടെ പ്രശ്നങ്ങൾ ഒരു സൈഡിലേക്ക്, പ്രശ്നമൊന്നുമില്ല, അതെല്ലാം ഇപ്പൊ നല്ല നീറ്റായിട്ട് അതെ ഉടനെ തന്നെ അത് തിരിച്ചു വരും. വളരെ സ്ട്രോങ്. ചേച്ചി വന്നപ്പോ തന്നെ എനിക്ക് ചേച്ചിയോട് പറയണതുണ്ടായിരുന്നു, ചേച്ചി ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. നമ്മൾ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ മുഴുകിയിരിക്കുന്നത് കൊണ്ട് എനിക്കത് പറയാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ചേച്ചി കൊച്ചിയിൽ വരുമ്പോ ഒരു പ്രത്യേക സൗന്ദര്യം ചേച്ചിക്ക് ഉണ്ട്. ചേച്ചി ഈ തിരുവനന്തപുരത്ത് എന്തിനാണ് അവിടെ തന്നെ പറ്റിപ്പോ നിക്കുന്നത്? ചേച്ചിക്ക് കൊച്ചിയിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ ഒന്ന് സെറ്റിൽ ആയിക്കോട്ടെ. അപ്പൊ നമുക്കും ചേച്ചീനെ ഇടക്കിടക്ക് കാണാം. ഇങ്ങനെ സത്യം. അപ്പു കൊറേ പ്രാവശ്യം വിളിക്കാറുണ്ട്, ചേച്ചി ഒരു ഇന്റർവ്യൂ തരും, വരും ചേച്ചി, ഇടയ്ക്കൊന്ന് വരും. പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു എത്രയോ കാലത്തിന് ശേഷം ഒരു ഇന്റർവ്യൂ ഇപ്പൊ തരുന്നത്. എത്ര പേര് ഇടയ്ക്ക് വിളിച്ചു. ഞാൻ ഒരു ചാനലിലും കൂടെ വിളിക്കാറുണ്ട്, ഇതേപോലെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. പിന്നെ എന്താണ് ഇത്ര എപ്പോഴും പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഇഷ്ടംപോലെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. ഇതാണ് മെയിൻ. ചേച്ചി അവിടെ ഇപ്പൊ തിരുവനന്തപുരത്ത് സെറ്റിൽ ആയിരിക്കും, ചേച്ചി കൊച്ചിയിലാണ്, എപ്പോ വന്നു പോകുന്നു പോലും നമ്മൾ അറിയുന്നില്ല. അപ്പൊ അതാണ് നമുക്ക് കൊച്ചിയിലേക്ക് സെറ്റിൽ ആവാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഇളയ മോള് ഇപ്പൊ 12th അപ്പൊ അവളുടെ ആ 12th പാസ് ഔട്ട് കൂടെ കഴിഞ്ഞ തിരിച്ചു വരും. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ തന്നെ എവിടെയെങ്കിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ ശരിക്കും ഇല്ലേ, ചേച്ചി ഇപ്പൊ അടുത്തിട്ട് ഒരു പോസ്റ്റ് കുറച്ച് കോൺട്രവേഴ്സി ആയിരുന്നു. ഒരു ഫോം ബാത്തിന്റെ ഒരു പോസ്റ്റ് ഇട്ടില്ലായിരുന്നു ചേച്ചി? ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിയിലെ കമന്റ്സ് നമ്മൾക്ക് എക്സ്പെക്റ്റഡ് ആണ്. അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ആണ് ഞാൻ കൂടുതലും കണ്ടത്. പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അത് നെഗറ്റീവ് ആയിട്ടല്ല, പോസിറ്റീവായിട്ട്. ചേച്ചിയെ പോലുള്ളവർ അതൊക്കെ ഓപ്പൺ ആയിട്ട്, അതിനിപ്പോ എന്താ, അത് നമ്മളെ സെൽഫ് കെയറിന്റെ ഒരു ഭാഗം. അത് ചേച്ചിയുടെ ഒരു സന്തോഷത്തിന് ഷെയർ ചെയ്തു. പക്ഷെ അത് കമന്റിൽ ആൾക്കാർ എടുത്തിട്ട് അതിനെ, ഞാൻ കണ്ട ഒരു കമന്റ് മതി അങ്ങനത്തെ കമന്റ്സ്, അതുപോലെ എന്തിനാണ് ഈ പ്രായത്തിൽ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ പ്രായമൊന്നും ഇവിടെ ഒരു ഫാക്ടർ അല്ല, അത് ചേച്ചിയുടെ സെൽഫ് കെയർ, അത് ചേച്ചി പോസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഈ ജെൻസി കുട്ടികൾക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചേച്ചി അതിനെ നോർമലൈസ് ചെയ്ത് കാണുമ്പോഴും ചേച്ചിയുടെ കാലഘട്ടത്തിലുള്ളവര് തന്നെയാണ് ഈ ഇങ്ങനത്തെ കമന്റ്സ് വരുന്നത്. ഇവരൊക്കെ എന്തിനാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവര്? എന്ത് ധൈര്യത്തിലാ ചേച്ചി ആ ഒരു പോസ്റ്റ് ഇട്ടത്? ഞാൻ ആ ഫോട്ടോയുടെ പിന്നിലെ കഥ പറഞ്ഞ നിങ്ങൾ ഇപ്പൊ ചിരിക്കു വരുന്നു. എന്താ ആ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോട്ട് ഡയറക്റ്റ് ചെയ്തത് ദേവേട്ടൻ, ബാത്ത് ടബ് സെറ്റ് ചെയ്തത് എന്റെ ഇളയ മോള്, ആ പിക്ക് എടുത്തത് എന്റെ മൂത്ത മോള്. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടേ? അത് ഇതിൽ കൂടുതൽ എനിക്ക് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആരുടെ അനുവാദമാണ് വേണ്ടേ? ആരെയും ഞാൻ നോക്കണം. എന്റെ സെൽഫ് കെയറിന്റെ, എന്റെ ഈ പ്രായത്തിലും നമ്മൾ നമ്മളെ സ്നേഹിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഞാൻ കൊടുത്തത്. ഞാൻ കൊടുത്ത മെസ്സേജ് ഞാൻ ആ ക്യാപ്ഷനിൽ വൃത്തിയായിട്ട് അതല്ലേ എഴുതിയിരുന്നത്, നമ്മൾ നമ്മളെ സ്നേഹിക്കുക, അതാണ് ഞാൻ കൊടുത്തത്. നമ്മളുടെ സെൽഫ് കെയർ നമ്മൾ തന്നെ നോക്കിയേ പറ്റൂ, വേറെ ആരും ചെയ്യൂല, അല്ലേ? അപ്പം ആ ഒരു മെസ്സേജേ കൊടുത്തുള്ളൂ. അത് ഏത് പ്രായത്തിലായാലും എല്ലാവരും അവനവനെ നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെ ചുറ്റുമുള്ളവർ നമ്മളോട് ഉണ്ടാവൂ. പക്ഷെ അത് ഭയങ്കര ഒരു ബോൾഡ് ഡെസിഷൻ ആയിരുന്നു ചേച്ചി. അതിൽ ആ ഫോട്ടോയില് എത്ര സൂം ചെയ്ത് എങ്ങനെ നോക്കിയാൽ അതിൽ വൃത്തിയായിട്ടില്ല. ഞാനൊരു ഓഫ് ഷോൾഡർ ഡ്രസ്സ് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ഓഫ് ഷോൾഡർ ഡ്രസ്സ് ഇടുന്ന ഒരാളാ. ഞാൻ ഇടാറുണ്ട്. ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ അതൊരു ദേവനെ സംബന്ധിച്ച് എന്നെ വഴക്കാ പറയുന്നത്, ചുറ്റിക്കെട്ടി പൊതിഞ്ഞു കിടന്ന. ഞാൻ ജപ്പാനിൽ പോയപ്പോ സാരി എടുത്തോണ്ട് പോയി ഇവിടുന്ന്, അവിടത്തെ ടെമ്പിളിൽ പോവാ കൊടുക്കാൻ. എന്നിട്ട് നീ ഇത് ജപ്പാനിലാ വന്നത്, ആറ്റുകാൽ ക്ഷേത്രത്തിലല്ല പോതെ, എന്നെ കൊണ്ട് മാറ്റിച്ച്. അപ്പം മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു ഓഫ് ഷോൾഡർ ഡ്രസ് ഒക്കെ ഇടുന്ന ഒരാളാ. അപ്പൊ ഞാനൊരു ഓഫ് ഷോൾഡർ ഡ്രസ് ഇട്ടിട്ട് അതിന്റെ എന്നിട്ട് ബാത്ത് ടബിൽ കിടന്നാൽ എങ്ങനെ ഇരിക്കും? അത്രേ ഉള്ളൂ. നമ്മൾ നോക്കിയാൽ അത്രേ ഉള്ളൂ. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതാണ് ഓരോ കാര്യത്തിലും നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണ് എല്ലാ വിഷയത്തിലും.
അത് നമ്മൾ ഏത് വിഷയത്തിൽ നമ്മൾ എങ്ങനെ കാണുന്നു അതിലാണ് കാര്യം ഇരിക്കുന്നത്. അത് ഏത് കാര്യവും. അത് അത്രയും ഞാൻ ചേച്ചിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തത്. അത് ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രായമൊന്നും വിഷയമല്ലാത്ത രീതിയിൽ അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക. അത് നമ്മളെ നമുക്ക് ഇഷ്ടമാണല്ലോ. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് വേറൊരാൾക്ക് ദോഷം വരികയോ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതോ നമ്മൾ ചെയ്യാതിരിക്കുക. തീർച്ചയായും. അതാണ് എന്റെ പോളിസി. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടോ വിഷമോ ഉണ്ടാവരുത്. ഉണ്ടാവാതിരിക്കുക. അതല്ലാത്ത എന്ത് കാര്യവും ചെയ്ത് നമ്മൾക്ക് ആകെ ഈ ഭൂമിയിലുള്ള കുറച്ച് കാലഘട്ടം ഉണ്ട്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നത് എന്നും വരുന്നത് അതിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തങ്ങ് ജീവിച്ചു പോയാൽ ഒരു പ്രശ്നവും ഇല്ല. എന്തിനാണല്ലേ ആൾക്കാരുടെ നെഗറ്റീവും തപ്പി നടക്കുന്നത്? ഈ നെഗറ്റീവ് തപ്പി നടക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ മാത്രം ഇപ്പൊ ചേച്ചിക്ക് കമന്റ്സ് വരുന്നുണ്ട് എന്നല്ലാതെ തീർച്ചയായിട്ടും ഉണ്ട്. മുമ്പൊക്കെ പക്ഷെ ഈ കമന്റ്സ് കാണുമ്പോൾ ഒരു അസ്വസ്ഥതയൊക്കെ തോന്നിയ കാലഘട്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല. ഇപ്പൊ ഏൽക്കാറില്ല എന്നുള്ളത്. അവർക്ക് വേറെ ജോലിയില്ല. ഈ കമന്റ്സ് നമുക്ക് ഈ കമന്റ് ഇടാനൊന്നും നേരമില്ലല്ലോ, സമയമില്ല. ഈ ജോലിയും ഒന്നും ഇല്ലാതെ ഇതും കൊണ്ടിരിക്കുന്ന ഇത് ഇനി അന്ന് ആർക്കിട്ട് പണി കൊടുക്കണം എന്ന് പറഞ്ഞ് ചുരണ്ടുന്നവര് ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ ആ വഴിക്ക് വിട്ടേക്കും, മൈൻഡ് ചെയ്യണ്ട. പക്ഷെ ഇത് നമുക്ക് കമന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കാണാത്ത ഒരു ലോകത്തിരുന്ന് എവിടെയോ ഇരുന്ന് അതും ആരാന്ന് പോലും, കാരണം ഫേക്ക് അക്കൗണ്ട്സിൽ നിന്നാണല്ലോ കൂടുതലും കമന്റ്സ് വരുന്നത്. പക്ഷെ ഈ ഇൻഡസ്ട്രിയിൽ കുറെ നാൾ ഇപ്പൊ സിനിമയും സീരിയലൊക്കെ ഒത്തിരി ചെയ്തോണ്ട് ഞാൻ ചോദിക്കാണ്, നേരിട്ടൊരു ബാക്ക് സ്റ്റാബിങ് പോലത്തെ ഒരു അനുഭവം ഫിലിം ഇൻഡസ്ട്രിയിൽ ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത് പറയത്തില്ല, എന്താണെന്നൊന്നും പറയില്ല, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് അപ്പൊ തന്നെ ആ ബാക്ക് സ്റ്റാബ് ചെയ്ത വ്യക്തിയോട് നേരിട്ട് സംസാരിച്ചു, അടി കൊടുക്കാൻ പിടിച്ചു എന്നുള്ളതാണ് സത്യം. അന്ന് ഋഷഭാവ ചേട്ടനാണ് അടി കൊടുക്കാതെ എന്നെ തടഞ്ഞത്. ആണോ? ഓ, ചേച്ചി അപ്പൊ സ്പോട്ടിൽ പ്രതികരിക്കുന്ന ആളാ. ഇപ്പൊ പക്ഷെ കുറവെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ എനിക്ക് ശരി സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പറ്റി എന്തെങ്കിലും ഞാൻ തന്നെ സോറി പറയുന്ന ഒരാളാണ്. പക്ഷെ അതൊന്നും അല്ലാതെ നമ്മളിപ്പോ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യത്തിലൊക്കെ നമ്മളെ ഇൻവോൾവ് ചെയ്യിക്കാൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനപ്പോ തന്നെ അത് ക്ലിയർ ചെയ്യും. ഫ്രണ്ട്ഷിപ്പിന് ഒരു വാല്യൂ, അല്ലെങ്കിൽ ചേച്ചിക്ക് ഈ ഇൻഡസ്ട്രിയിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഇൻഡസ്ട്രിയിൽ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഇല്ല, സത്യത്തിൽ എല്ലാവരും ഫ്രണ്ട്സ് ആണെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇൻഡസ്ട്രിയിൽ സൗഹൃദങ്ങൾ ഇല്ല. അതിന് കാരണമുള്ളത് സിനിമയിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ കുറിച്ചൊന്നും അറിയാത്തൊരു ലോകത്തുനിന്ന് വന്ന ഒരാളാണ് ഞാൻ. വളരെ ആക്സിഡന്റലി ഈ ജോലിയിലേക്ക് വരികയും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരികയും ഇതിനെ ഞാൻ എന്റെ ജോലിയാക്കി മാറ്റിയതുമാണ്. അങ്ങനെ ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇൻഡസ്ട്രിയുടെ സ്വഭാവങ്ങളോ എല്ലാം വെളുത്തതെല്ലാം എന്താ പറയാ പാലാണെന്നൊക്കെ പറയുന്ന പഴഞ്ചൊല്ല് പോലെ ഞാൻ സിനിമയിലേക്ക് ഇങ്ങനെ നേരെ വന്നങ്ങ് ഇറങ്ങി. ക്യാമറ ആക്ഷൻ, എല്ലാവരും ചിരിച്ച് എല്ലാവരും എന്ത് പറഞ്ഞാലും വിശ്വസിച്ച് ഇതായിരുന്നു. എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ സമയത്ത് എനിക്കൊരു സൗഹൃദം ഈ പറഞ്ഞ കണക്ക് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റുമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ അതിനിടയിൽ ഇങ്ങനെ അലുകുലിപ്പൊന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും അത്. അപ്പം അങ്ങനെ പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് തന്നെയാണ് ഈ ബാക്ക് സ്റ്റാബിങ് പോലെ അനുഭവം ഉണ്ടായത്. അതിനുശേഷം അന്ന് ഞാൻ പഠിച്ചു ഇൻഡസ്ട്രിയിൽ ഫ്രണ്ട്ഷിപ്പിനൊന്നും വാല്യൂ ഇല്ലെന്ന് അന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് നിർത്തിയതാ സത്യം പറഞ്ഞ. എല്ലാവരും ആയിരിക്കും എനിക്ക് ഭയങ്കര ജാടയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതല്ല, എല്ലാവരുടെ അടുത്തും സൗഹൃദമാണ്. ആർക്കൊരു ബുദ്ധിമുട്ട് വിഷമോ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ഞാൻ അഭിനയിക്കുന്ന സീരിയലിന്റെ സെറ്റിലൊക്കെ ഉണ്ടായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ, പുതിയ കുട്ടികൾ ഉൾപ്പെടെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിൽ പരിഹാരം കാണാറുണ്ട്. ഞാൻ അതിൽ ഇടപെടാറുണ്ട്. എന്നല്ലാതെ എനിക്കൊരു തിക് ഫ്രണ്ട്ഷിപ്പ് ഇൻഡസ്ട്രിയിലില്ല. പ്രത്യേക ഇഷ്ടം ആരോടും ഇല്ല ഇൻഡസ്ട്രിയിലില്ല. എല്ലാരും ഹാർട്ട് ടു ഹാർട്ട് ചങ്ക്സ് എന്നൊക്കെ പറയുന്ന ഇൻഡസ്ട്രിയിലില്ല. ഇൻഡസ്ട്രിക്ക് പുറത്തേ ഉള്ളൂ. മനഃപൂർവ്വം എടുത്തത്. അന്ന് ആ ഒരു എനിക്ക് ഭയങ്കര വേദന ഉണ്ടാക്കി. കാരണം ഞാൻ അത്രയും 100% ജെന്യൂൻ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം എനിക്ക് അവരിൽ നിന്ന് അനുഭവം വന്നപ്പോൾ നമ്മളതിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ ഇൻഡസ്ട്രിയില് സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ട് നമ്മളെ കൂടെ നമ്മളെ ഗ്രോത്ത് ആണ് അവിടെ ഇമ്പോർട്ടന്റ്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ ഇടിച്ചു താഴ്ത്തിയാണെങ്കിലും നമ്മുടെ ഗ്രോത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ളതൊക്കെ ശരിക്കും അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നാണല്ലേ? അല്ല പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് എന്താ ഒരുപാട് ഞാൻ എന്താ സഹായ മനസ്സുള്ള, എന്നെ കൊണ്ട് ഉപകാരം ചെയ്യാൻ പറ്റുക ചെയ്തും കൊടുക്കുന്ന ഒരാളാണ് സീമാജി നായർ ചേച്ചി. ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്ന പോലും. ഞാൻ ഇന്നും ചേച്ചിയെ കണ്ടതാ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്. ഞാൻ ഒരിക്കലും അത് പറഞ്ഞിട്ട് പോലുമില്ല. സീമ ചേച്ചി സിനിമയൊന്നും ഇല്ല, സീരിയൽ പോലും ഇല്ലാതൊരു കാലഘട്ടമൊക്കെ ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അഭിനയം മതിയാക്കി വീട്ടിയിരിക്കുക. അപ്പം ചങ്ങാതി പൂച്ച എന്ന് പറയുന്ന ഒരു സിനിമ, അതിൽ സീമ ചേച്ചി അഭിനയിച്ചത് ഞാനാണ്. സീമ ചേച്ചിയെ റെക്കമെൻഡ് ചെയ്തത്.
അതേപോലെ രശ്മി നമ്പ്യാർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, ഇപ്പൊ രശ്മി ബോബൻ. രശ്മി ആദ്യമായിട്ട് അതും രശ്മി ഇപ്പോഴായിരിക്കും ഈ ഇന്റർവ്യൂലൂടെ അറിയുള്ളൂ. രശ്മി ചെയ്ത ആ പടം, സത്യേട്ടന്റെ പടം, അതില് ആ ക്യാരക്ടർ സിദ്ദിഖേട്ടന്റെ വൈഫായിട്ട് ഞാനായിരുന്നു ചെയ്യാറുള്ളത്. ഞാനാണ് ആ ക്യാരക്ടർ ചെയ്യേണ്ടത് സിദ്ദിഖേട്ടന്റെ വൈഫായിട്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ അപ്പോഴും പ്രഗ്നന്റ് ആയി. പക്ഷെ എനിക്ക് ചെയ്യായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, ജസ്റ്റ് പ്രഗ്നൻസി. പക്ഷെ ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനം എടുത്തായിരുന്നു. ഈ പട്ടണത്തിൽ സുന്ദരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇനി വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് ഇഷ്ടം ഫാമിലി ലൈഫാണ്. അപ്പൊ ഒരു ബ്രേക്ക്. പിന്നെ എനിക്ക് എനിക്ക് കുടുംബജീവിതം ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി അവരെയൊക്കെ നല്ല സമൂഹത്തിൽ നല്ല 2 വ്യക്തിത്വങ്ങളായി എത്തിക്കുക, ഫാമിലിയിലെ കാര്യങ്ങൾ നോക്കുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യം. അപ്പം സിനിമയെ അതും കൂടെ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ മാറിയ സമയം. അപ്പോഴാണ് സത്യേട്ടന്റെ ഈ പടം എന്നെ അതിന്റെ കൺട്രോളർ സേതു മണ്ണാർക്കാട്, സേതുവേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ എല്ലാം അതിന് മുന്നേ പറഞ്ഞിരുന്നു, എല്ലാം ഓക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പം സേതുവേട്ടൻ വിളിച്ചിട്ട് സംസാരിച്ചു, സേതുവേട്ടൻ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്താ പറയുക, ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രഗ്നന്റും ആയി, പിന്നെ ഞാൻ ചെയ്യുന്നില്ല, വേറെ ആരെങ്കിലും നിങ്ങൾ വെക്ക്. ഒരാളും അന്നത്തെ സമയത്ത് അങ്ങനെ പറയത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, സത്യനന്ദിക്കാട് സാറിന്റെ പടം. അപ്പൊ സത്യേട്ടന്റെ പടം ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അറിയാലോ, കാവ്യയുടെ ചേച്ചിയായിട്ട്. അപ്പം നല്ല ബന്ധമുള്ളതാണ് എല്ലാവരുമായിട്ട്. അപ്പം എന്റെ അടുത്ത് സേതുട്ടൻ പറഞ്ഞതെന്താന്ന് പറയാ, ഷൂട്ടിങ് തുടങ്ങാറായി, നീ എന്താ ഇങ്ങനെ പറയുന്നത്? അതൊന്നും പറ്റൂല, നീ വന്ന് അഭിനയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നിന്നെ പോലെ ഒരാളെ എനിക്ക് തരണം. ഇങ്ങനെ പറഞ്ഞ നിന്നെ പോലെ ഒരാളെ എനിക്ക് റെഡിയാക്കി തന്നിട്ട് നീ വരുന്നില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ആ സമയത്ത് അതിന് കുറച്ച് മുന്നെയാണ് സീരിയലിന്റെ അസൂയപ്പൂക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഞാൻ ചെയ്തായിരുന്നു. അതിൽ ഈ രശ്മി നമ്പ്യാരാണ് അഭിനയിച്ചത്. ആദ്യമായിട്ട് ആ കുട്ടി അതിൽ അഭിനയിച്ചത്, രശ്മി. അപ്പൊ അന്ന് ശരിക്കും ഞങ്ങൾക്ക് കോമ്പിനേഷൻസ് ആ സീരിയലിൽ ഇല്ലായിരുന്നു. പക്ഷെ ഈ കുട്ടി അഭിനയിക്കാൻ വന്നതിന് ശേഷം ഞാൻ എന്റെ സീൻസ് എടുക്കുന്ന സമയത്ത് അവിടെ എല്ലാ നമ്മുടെ ക്രൂസും ഡയറക്ടറും എല്ലാരും പറഞ്ഞ് യമുനയുടെ അനിയത്തെ പോലൊരു കുട്ടി ഇതിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും വന്നിട്ട് പറഞ്ഞു യമുന. അപ്പൊ എനിക്ക് യമുനയുടെ അനിയത്തിയായിട്ട് അഭിനയിക്കാം അടുത്ത സീരിയല് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഈ കൂടെ ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു. അപ്പൊ ശരി, എന്റെ ഒരു ചായ. അപ്പൊ സേതുവേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പറഞ്ഞു, എന്നെപ്പോലുള്ള ഒരാളെ ഞാൻ തരാം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞാനാണ് രശ്മിയുടെ നമ്പർ സേതു മണ്ണാർക്കാടിന് കൊടുക്കുന്നത്. അങ്ങനെയാണ് രശ്മി ആ സിനിമയിൽ അഭിനയിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ അത് വലിയ ജാടയില് ആൾക്കാരോട് പറയാം, രശ്മിയോട് പറയാം, രശ്മിക്ക് പോലും അറിയാം, ഇത് സീമ ചേച്ചിക്ക് രശ്മിക്കൊന്നും ഞാൻ ആദ്യമായിട്ട് പറയാം. ഞാൻ പറയാം, പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളും അത് ചെയ്യത്തില്ല. കാരണം എന്റെ ചാൻസ് പോവില്ലേ അവിടെ, അവര് കേറിപ്പോയാ നമുക്ക് പാരയാവും, അത് വേണ്ട. ഇപ്പൊ എനിക്കൊരു ചാൻസ് എന്റെ ഒരു കാറ്റഗറിയിലുള്ള ഒരു ആർട്ടിസ്റ്റിനോട് ഇന്ന് ചോദിച്ചാ അവര് എനിക്ക് അനുഭവം ഉണ്ട്. എനിക്ക് തമിഴിലൊരു സീരിയലിന്റെ കൺട്രോളർ അവര് എന്റെ നമ്പർ ചോദിച്ചിട്ട് ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചു. അപ്പൊ അവർക്ക് എന്നെ പേഴ്സണലി അറിയാം, എന്റെ നമ്പർ അറിയാം, എനിക്ക് ഗുഡ് മോർണിംഗ് ഇടുന്ന ഒരാളാ. എന്നിട്ട് ഇവര് പറഞ്ഞു, അറിയത്തില്ല, നമ്പറൊന്നും അറിയത്തില്ല. അതെങ്ങനെ ചേച്ചി അറിഞ്ഞു? അവര് പിന്നെ വേറെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചു. എനിക്ക് ഗുഡ് മോർണിംഗ് വരുന്ന ഒരാളായിരുന്നു. അതാണ് ഇൻഡസ്ട്രി. ചേച്ചി ചോദിച്ചോ? ഇല്ല. അത് ചോദിച്ച് വേദനിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഓരോരുത്തരുടെ സ്വഭാവം. പകൽപൂരം നമ്മളെ സലീമേട്ടനായിട്ട് ചെയ്ത മൂവിയില് അദ്ദേഹം നമ്മളെ വിട്ട് പോയി. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ന്യൂസ് അത് അന്ന് കഴിഞ്ഞെങ്കിലും ഇന്നും സലീമേട്ടൻ നമ്മുടെ കൂടെ എല്ലാം ജീവിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന എല്ലാ ഇതിലും അങ്ങനെ ഒരു കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു റിയാലിറ്റിയിലേക്ക് നമ്മൾ ആരും വരുന്നില്ല. ചേച്ചി അദ്ദേഹത്തിന്റെ കൂടെ മൂവിയിൽ അഭിനയിച്ചത്, അപ്പൊ എന്തെങ്കിലും ഒരു മെമ്മറി സലീമേട്ടനായിട്ടുള്ളത്? സലീമേട്ടനായിട്ട് പകൽപൂരം മാത്രമല്ല, കുറെ പടം ചെയ്തിട്ടുണ്ടെങ്കിലും പകൽപൂരം നിങ്ങൾ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ എന്റെ ഞാൻ 2 സ്റ്റേജാണ് പകൽപൂരത്തിൽ അഭിനയിച്ചത്. എന്റെ മകനായിട്ട് സലീമേട്ടന്റെ അമ്മയായിട്ടും ചെയ്തു. എന്റെ ചെറുപ്പവും ആ സിനിമ തുടങ്ങുമ്പം എന്റെ ചെറുപ്പമാണ്. ആ സിനിമയുടെ ടൈറ്റിൽ മൊത്തം പോകുന്ന ഒരു സോങ്ങും എന്റെ കുറെ സീൻസ് ഒക്കെയാണ്, നല്ല സീൻസുകൾ. അപ്പൊ ഭയങ്കര വിഷമമുണ്ട്. കുറെ നല്ല സിനിമകൾ ഞാൻ ഇട്ടിമാണി ചെയ്തപ്പോഴും സലീമേട്ടൻ ഉണ്ട്. പക്ഷെ എത്ര കാലത്തിന് ശേഷം ഇട്ടിമാണി വെച്ച് കാണുമ്പോഴും സലീമേട്ടൻ വന്നിട്ട്, അവനെ എന്തുണ്ട്, സുഖമായിരിക്കുന്നോ, നീ മക്കളൊക്കെ സുഖമായിരിക്കുന്നോ, എന്താ കാണാത്തത്, ഇടയ്ക്കൊക്കെ വന്ന് സിനിമയൊക്കെ ചെയ്തുകൂടെ, നീ എന്താ വീട്ടിൽ കയറി ഇരിക്കുന്നേ, അത്ര കാര്യമായിരുന്നു. അതേ പറഞ്ഞത് കുറെ സിനിമകളിലുണ്ട്. പിന്നെ ഈ പകൽപൂരം മകനായി സലീമേട്ടൻ അഭിനയിച്ചത്. അന്ന് അത് ചെയ്യുമ്പോ എനിക്ക് 23 വയസ്സ്. അപ്പൊ ആ 2 സ്റ്റേജ് എനിക്ക് പകൽപൂരം പറഞ്ഞപ്പം ഓർക്കാനുള്ള ഒരു മെമ്മറിയിൽ വരുന്നത്, ഈ തിയേറ്ററിൽ ഈ മൂവി കണ്ടിട്ട് പൂർണിമ, ഇന്ദ്രനും പൂർണിമയും എന്റെ നല്ല സുഹൃത്തുക്കളായിരുന്നു. പൂർണിമ ഇന്ദ്രനും കൂടെ തിയേറ്ററിൽ ഇരുന്നിട്ട് പൂർണിമ എന്നെ വിളിച്ചു.
ഇന്റർവെൽ സമയത്ത്. ഓക്കെ. ചേച്ചി പകൽപൂരത്തിൽ ചേച്ചി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി, എന്ത് രസമായിട്ട് ആ സീൻ ചെയ്തിരിക്കുന്നത്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്ത് വിളിച്ചു പൂർണിമ. അപ്പൊ പൂർണിമ ഞാനോട് ഊമക്കുയിൽ എന്ന് പറഞ്ഞ ഒരു സീരിയലൊക്കെ ചെയ്തായിരുന്നു സെൻട്രൽ പിക്ചേഴ്സിന്റെ. ഇന്ദ്രൻ അതുപോലെ ഫസ്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ആണ് ആനി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട്, വിജീത് തമ്പി സാറിന്റെ, ഇന്ദ്രന്റെ ആന്റി ആയിട്ട്. ആ മെയിൻ ക്യാരക്ടർ ഇന്ദ്രനും ഇന്ദ്രന്റെ ആന്റി എന്ന് പറയുന്ന ഒരു മെയിൻ ക്യാരക്ടറാണ്. അപ്പം ഇന്ദ്രൻ അതില്ല ഫസ്റ്റ് അഭിനയിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച്. അത് കഴിഞ്ഞ് ഉടനെ അടുത്ത മൂവി ഇന്ദ്രന്റെ ഫസ്റ്റ് ചെയ്യുന്ന ഉമ്മപ്പെണ്ണിന് ഉരിയാടപ്പേട്ട, അതിൽ ഇന്ദ്രന്റെ അമ്മയായിട്ടാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഞങ്ങൾ ചെയ്യുന്ന മീശമാധവൻ. ഇന്ദ്രനായിട്ടൊക്കെ അത്ര ഇതാണ്. പൂർണിമയായിട്ടായാലും പൂർണിമയുടെ മക്കളും എന്റെ മക്കളും ഒക്കെ ഏകദേശം സെയിം ഏജ് ആണ് രണ്ടുപേരും. 1 മാസത്തെ 10 ദിവസത്തെ വ്യത്യാസങ്ങളാണ്. അപ്പൊ അത്രയും ഇപ്പൊ പക്ഷെ കോണ്ടാക്ട് ഒന്നും ഇല്ല കേട്ടോ, ഉള്ളത് പറയാലോ. പക്ഷെ നല്ല കൂട്ടായിരുന്നു ആ സമയത്ത്.